ഗൈസ് എല്ലാവർക്കും നമസ്കാരം. നമസ്കാരമല്ലല്ലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലത്തെ പരിപാടികൾ ഞങ്ങളിവിടെ തുടങ്ങിയിട്ടു. രാവിലെ തന്നെ ഇതുകൊണ്ട് ഒടുക്കത്തെ ചൂട് മോഹം ഇരിക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ രാവിലെ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിപ്പോൾ എൻ്റെ സമയം 10:45 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. കുഞ്ഞിക്കളി എന്നാ കഴിക്കുന്ന എന്തോ മോൻ രാവിലെ എന്നാ കഴിക്കുന്ന പറ. ഏതാ വേണ്ട, ഇതോ ചായയോ? ഈ ചായ പാല് വേണ്ട, മധുരം ഇടും അമ്മ. ഇപ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് പറ. സുഖമാണെന്ന് ചേച്ചി. രാവിലെ കുഞ്ഞിക്കിളി ഭയങ്കര ചായ ഇതാണ് കുടിക്കുന്ന. അതെ, കുഞ്ഞിക്കിളിക്ക് പിന്നെ അങ്ങനെ ഒരു ഉപകാരമുണ്ട്. കാരണം ഒരു സാധനം നമ്മൾ എടുത്തു കൊടുക്കണം, എല്ലാം പുള്ളിക്കാരി തന്നെത്താനെ എടുത്ത് തിന്നോളും. അതുപോലെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പോലും നമ്മളെ കൊച്ചിനെ കണ്ണി കുത്തിനോണ്ട് ഞങ്ങൾ അംഗൻവാടി പോകുന്നില്ല അല്ലേ. പക്ഷെ ഞങ്ങൾ നേഴ്സറി പോവാ നാളെ തൊട്ട്. ഇല്ല, കണ്ണി കുത്തത്തില്ല. ഇപ്പൊ കണ്ണി കുത്തിട്ട് ഭയങ്കര അടവാട്ട് കൊണ്ടു നടക്കുക അല്ലേ. ഇതെന്നെ മോൻ തന്നെ രാവിലെ കഴിക്കുന്നതിന് പുട്ടും ഇതെന്തുവാ? പപ്പടം. ഓക്കെ. ഹലോ, ഇതല്ല പോന്നെ. ഓ, അല്ലെങ്കിൽ ഒരുങ്ങിയാലോ വിളിക്കണോ? നിക്ക് അച്ഛൻ അമ്മയോട് ചോദിക്കട്ടെ. അരിപ്പുട്ടും റവപ്പുട്ടും. അപ്പൊ അത് എളുപ്പപ്പണിയായോണ്ട് അതെങ്ങ് ചെയ്തു. കാരണം ഗ്യാസ് ലാഭിക്കാൻ. ഗ്യാസ് ഞങ്ങൾ കഥ പറഞ്ഞില്ലത് പൊന്നെ, അത് പൊന്നെ തന്നെ പറഞ്ഞു. എന്റെ പൊന്നെ, അങ്ങനെ ഞങ്ങൾ ഗ്യാസ് എടുത്തു കേട്ടോ. അല്ലേ വേണമേ? സത്യം പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഗ്യാസ് ഇല്ലായിരുന്നു, ഒരാഴ്ച. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസം സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചയായിട്ട് വീട്ടിലെ അടുക്കള ക്ലീൻ ആയിരുന്നു. കാരണം അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അല്ലെങ്കിൽ 100 പാത്രം ആ വാഷ് ബേസിൽ നടക്കണ്ടായിരുന്നു. പക്ഷെ ഒരു ഇതുമില്ലാതെ ഒരാഴ്ച നല്ല ഹർത്താൽ നടക്കുന്ന ടൗണ് പോലായിരുന്നു ഞങ്ങളുടെ അടുക്കള. എന്നാലും പിന്നെ അവരെ കറങ്ങി തിരിഞ്ഞ് എന്റെ പൊന്നെ പൈസ ഏറെ കൊടുത്തിട്ടാണ് ഗ്യാസ് എടുത്തല്ലേ വേണമേ. പിന്നെ ഡബിൾ പേയ്മെന്റ് കൊടുത്ത് നമ്മൾ ഗ്യാസ് എടുത്ത്. ഡബിൾ പേയ്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും ഇരട്ടി പൈസ കൊടുത്ത് ഗ്യാസ് എടുത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് കടയിലെ ഫുഡ് അങ്ങനെ പിടിക്കാത്ത ഒരാളാണ്. കാരണം കടയിൽ ഞാൻ എപ്പോഴും ഇവിടെ കഴിക്കാത്തതുകൊണ്ട് കടയിലെ ഫുഡ് പിടിക്കത്തില്ല. അതുകൊണ്ട് വയർ കംപ്ലൈന്റ് ആയി. അതാണ് മെയിൻ ചേട്ടായി ഗ്യാസ് എടുക്കാൻ കാരണം. ചേട്ടായി അവരുടെ ജോലി കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തത് പറഞ്ഞല്ലേ പല സമയം വെച്ചാൽ ഞാൻ വൈകിട്ട് ഞാനും ഷൂട്ട് കഴിഞ്ഞ് വരാൻ നേരത്തെ എല്ലാ ദിവസവും ഞാൻ ഇത് മേടിക്കുന്നു, ഫ്രൈഡ് റൈസ് മേടിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ഞാനും അങ്ങനെ ഫ്രൈഡ് റൈസ് അങ്ങനെ ഒന്നും കഴിക്കുന്ന ഒരാളല്ല. എനിക്ക് ഏറ്റവും കുഞ്ഞിക്കിളിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചോറ് കഴിക്കുന്നത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ചോറുണ്ടിട്ട് എത്ര നാളായിരുന്നു അറിയോ. സങ്കടം കൂടെ വന്നു, ആരോടെങ്കിലും പറയാൻ പറ്റുമോ. പിന്നെ എന്ത് ചെയ്യാനോ, ഞങ്ങൾ പിന്നെ ഒന്നാമത്തെ കാര്യം ഗ്യാസ് എടുക്കാതിരുന്ന വേറെ കൊണ്ടല്ല. ഞാൻ ഷൂട്ടുള്ളതുകൊണ്ട് തിരക്കായിട്ട് ഓടി നടക്കുന്നതുകൊണ്ട് ഞാൻ വീട്ടിലായിരുന്നു. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും ഗ്യാസ് ഇല്ലായിരുന്നു. പിന്നെ കറങ്ങി തിരിഞ്ഞ് ഒരിടത്തുനിന്ന് ഞങ്ങൾ കൊണ്ട് ഗ്യാസ് റെഡിയാക്കി എടുത്ത് അങ്ങനെ ഞങ്ങൾ ഇച്ചിരി പൈസ കൊടുത്താണ് ഗ്യാസ് എടുത്തു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അതുകൊണ്ട് ഗ്യാസ് ലാഭിക്കാൻ ഇനി 2 ദിവസം പുട്ടാക്കാവുന്ന പാല് കളയില്ല, മാറ്റി വെക്കുക. അങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കും. താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസമായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിക്കിളി എന്നാ പറയാം, നല്ലൊരു ദിവസം. എന്റെ ചായ അടിപൊളിയെടുത്ത് കുടിക്കുന്ന കള്ളി. എടി നിനക്ക് സത്യം പറഞ്ഞ പാൽ ഇവിടെ വെച്ചാൽ ഇവള് ഭയങ്കര കള്ളിയാവട്ടെ. ഇവള് നിന്റെ പാലല്ലേ ഇരിക്കുന്നത്. എന്റെ ചായ എന്തൊരു കൊച്ചാണ്. ബിസ്ക്കറ്റ് പിടിച്ച ബിസ്ക്കറ്റ് തിന്നത്തില്ല. അവർക്ക് കുറച്ച് ചോറ് തിന്നണം, ഒരു താല്പര്യമില്ല. അപ്പൊ എന്തായാലും ഞാൻ ചില സമയത്ത് ചോദിക്കാറുണ്ട്, ഇതാണ് കുഞ്ഞിക്കിളി എന്നുള്ള പേര് അറിഞ്ഞിട്ട പേരാണ്. കാരണം ഈ കൊച്ചിന് പഴം, മുന്തിരിങ്ങ, ആപ്പിള് അങ്ങനെയുള്ള സാധനങ്ങൾ കാണാൻ പറ്റില്ല. അത് ഭയങ്കര ഇഷ്ടമാണ്. ബേക്കറീസ് ഒന്നും അങ്ങനെ താല്പര്യമില്ല. ഒരു ഒറ്റ മുട്ടായിക്കകത്ത് നമുക്ക് ഒരു ദിവസം ഓടാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ ബൈ.